നമ്മളിത് ഇന്നൊരു ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് ഒരു പിക്ചർ ഇതുപോലെ വരച്ചെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വരക്കുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. നമ്മൾ ആകെ യൂസ് ചെയ്യാൻ പോകുന്ന കളേഴ്സ് ഇത് ഇത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലൂവിൻ്റെ ഷെയ്ഡും ഒരു പർപ്പിൾ കളറും പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡുമാണ് എടുക്കുന്നത്. പിന്നെ നമ്മളത് ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കുക. ബ്ലാക്ക് കൊടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ബ്ലൂവിൻ്റെ 2 ഷെയ്ഡും കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് ശരിയാക്കിയിട്ട് ഞാൻ പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ടിഷ്യൂ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ആക്കി കൊടുത്താൽ മതി. അപ്പം നമ്മൾ താഴ്ഭാഗത്തേക്ക് ഹാഫ് പോർഷൻ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. അതിന് താഴ്ഭാഗത്തേക്ക് നമ്മൾ ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് താഴ്ഭാഗം വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ ടിഷ്യൂ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന് പറഞ്ഞ് കുറേ കൂട്ടുകാർ ഇതുപോലെ കമൻറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടത്. നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഒന്ന് ബ്ലെൻഡാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറേ കൂട്ടുകാർ പറഞ്ഞു ബ്ലെൻഡ് ആകുന്നില്ല. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പേപ്പറിൻ്റെ കുഴപ്പമായിരിക്കും കേട്ടോ ഈ നമ്മുടെ ഓയിൽ പേസ്റ്റൽസ് ബ്ലെൻഡ് ആവാത്തത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത ശേഷം നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം ഇതുപോലെ എടുത്തിട്ട് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്കറല്ലല്ലോ നമ്മുടെ വൈറ്റ്നർ പെൻ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ വൈറ്റ്നർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തേച്ചിട്ട് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷെയ്ഡ്സൊക്കെ അതിനകത്ത് നന്നായിട്ട് വരും. അപ്പോൾ നമ്മളൊരു ചെറിയ അമ്പിളിനെ വരച്ചു എടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മളൊരു കളർ എടുത്തിട്ട് ഇതുപോലെ ഒരു വര വരച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു മല വരക്കാൻ പോകണം. അപ്പോൾ ഹാഫ് പോർഷൻ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ബ്ലാക്കും പർപ്പിൾ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വയലറ്റ് കളർ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വൈറ്റ്നർ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്രീൻ കളർ കിട്ടാണ്ട് ഗ്രീൻ ആക്രിലിക് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തേക്ക് നല്ല ഷാഡോ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ താഴേക്കൊന്ന് ആക്കിയിട്ട് ചെറിയ രീതിയിലൊന്ന് ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട്. താഴേക്ക് നമ്മൾ അത്ര കട്ടിയിൽ വരക്കണ്ട, താഴേക്ക് ചെറിയ രീതിയിൽ വരച്ചാൽ മതി. ഇനി ആക്രിലിക് കളർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഗ്രീൻ കളർ ഒന്നും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ മരത്തുമ്മേൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് മരത്തുമ്മ കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് സൈഡ് വശത്തൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട്. ഇനി നമ്മൾ ആ ഗ്രീനിൻ്റെ മുകളിലേക്ക് വൈറ്റ് കളർ ആക്രിലിക് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഡാർക്ക് ഗ്രീൻ എന്നുള്ളത് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്താണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ബ്ലൂ കളറിലെ ഓയിൽ പേസ്റ്റൽസ് എടുത്തിട്ട് ചെടി പോലെ ഒന്ന് വരച്ചു കൊടുത്തപ്പോൾ ഒരു ഷെയ്ഡൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ട് ഒരു ഗ്രീനിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് അവിടെ. ഇനി നമ്മളൊരു ഇറുക്കിലി എടുത്തേക്കണേ. ഇറുക്കിലിൻ്റെ മേളിലേക്ക് നമ്മൾ ഇതുപോലെ ആക്രിലിക് പെയിൻ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്നല്ലേ, നമുക്ക് അതിൻ്റെ മേളിലേക്ക് ഒരു സീഡ് കണക്കാക്കിയിട്ട് ഒരു ഓളങ്ങളൊക്കെ ഇങ്ങനെ വരില്ലേ, അപ്പോൾ അതുപോലെ ഒന്ന് ഒരു വേവ്സൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഈസി ആയിട്ട് നമുക്ക് വെള്ളത്തിലുള്ള ആ വേവ്സ് വരുത്താനായിട്ട് പറ്റും കേട്ടോ. ഈർക്കിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല രസമായിട്ട് ബ്രഷ് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ വൈറ്റ്നർ വെച്ചിട്ടാണെങ്കിൽ തന്നെ മുകളിൽ നമ്മൾ അമ്പഴീനെ വരക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റായി കൊടുക്കുക. നമ്മൾ അതിനിടയ്ക്ക് ഒരു വഞ്ചിക്കാരനെയും കൂടി എടുത്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറുക്കിൽ വെച്ചിട്ടുള്ള ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മൾ മുകളിലായിട്ട് കുറച്ച് ഇതുപോലെ നക്ഷത്രങ്ങളൊക്കെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനായിട്ട് ഇതുപോലെ വൈറ്റ് കളറിൽ ആക്രിലിക് എടുത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് ഇതൊന്ന് പീൽ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ഫൈനൽ റിസൾട്ട് എന്ന് കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയാനായിട്ട് കൂട്ടുകാരെ. അപ്പോൾ ഫൈനലൊക്കെ നമുക്കിത് ഇപ്പം തന്നെ കാണാം. അപ്പോൾ നമ്മുടെ മാസ്കിംഗ് ടേപ്പ് പൊളിച്ചെടുക്കുന്ന സമയത്ത് പയ്യെ വേണം പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിൻ്റെ പശയൊക്കെ ഓൾറെഡി കളഞ്ഞിട്ടാണ് ഇതിൽ ഒട്ടിച്ചേക്കണേ. അപ്പോൾ അതെങ്ങനെയാണ് പശയൊക്കെ കളയുന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു. ബൈ ബൈ.